ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഭക്തി. എന്താണ് ഭക്തി? നമ്മൾ എന്താ ധരിച്ചു വെച്ചിരിക്കണേ? പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് ഡെയിലി അമ്പലത്തിൽ പോകുന്നത് ഭക്തിയാണോ? അത് ഭക്തിയാണെന്ന് അല്ലേ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ. യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി? ഭഗവാന് നേരിട്ടുള്ള സേവന പ്രക്രിയയാണ് ഭക്തി. ഭഗവാന് നേരിട്ടുള്ള സേവന പ്രക്രിയയാണ് ഭക്തി എന്ന് പറയും. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അല്ലേ. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒന്നല്ല ഭക്തി എന്ന് പറയുന്നത്. അത് ജന്മജന്മാന്തരമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്വായത്തമാകുന്നത് അല്ലേ. പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറുണ്ട്, ചില ആളുകൾ പറയും ഈ ജന്മത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, കഴിഞ്ഞ ജന്മം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവില്ല അല്ലേ എന്നൊക്കെ പലരും പറയും അല്ലേ. നമുക്ക് അങ്ങനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ജന്മജന്മാന്തരമായിട്ടുള്ള യാത്രയുണ്ട് നമ്മുടെ ആത്മാവിന്. കാരണം എന്താണ്? അത് അനശ്വരനാണ്, അതിന് നാശമില്ല. ആത്മാവെന്ന് പറയുന്നത് അതിങ്ങനെ ഉടുപ്പ് മാറുന്ന പോലെ ശരീരങ്ങൾ മാറുന്നു എന്നല്ലാതെ അതിന് എന്ത് സംഭവിക്കുന്നില്ല? ശാശ്വതമായ ഒരു നാശം സംഭവിക്കുന്നില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ആത്മാവ് അതിൻ്റെ യാത്രയിൽ, അതിൻ്റെ ജന്മജന്മാന്തരമായ യാത്രയിൽ ആർജിക്കുന്ന ഭഗവത് സ്നേഹമാണ്. ആ ഭഗവത് സ്നേഹവും ഭഗവത് സേവനവുമാണ് ഭക്തിയായിട്ട് മാറുന്നത്. ആ ഭക്തിയാണ് നമ്മൾ ഈ ഒരു കലിയുഗത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടെ കൂട്ടേണ്ടതും അത് തന്നെയാണ്. ചില ആളുകൾ പറയും അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഡെയിലി അമ്പലത്തിൽ പോവും, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങളാണ് ഭക്തിയിൽ എടുക്കാനുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ ഭക്തി? അതെങ്ങനെയാണ് ഭക്തി? ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. എന്താണ്? പത്രം പുഷ്പം ഫലം തോയം യേമേ ഭക്തിയാ പ്രയച്ഛതേന്ന്. അപ്പൊ ഭഗവാന്റെ ഈ സേവനം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സേവനം, ഭഗവാൻ ആരാണ്? ഈ അനന്ത കോടി ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് സേവനം ചെയ്യുമ്പോൾ എല്ലാവരും പേടിക്കും, ഞാൻ ചെയ്യുന്ന സേവനം ഓക്കെ ആണോ, ഞാൻ കൊടുക്കുന്നത് ഭഗവാൻ സ്വീകരിക്കുമോ എന്നൊക്കെ പലർക്കും തോന്നാം അല്ലേ. പക്ഷേ ഭഗവാൻ എന്താ പറയണേ? എനിക്ക് തരൂ, ഞാൻ സ്വീകരിക്കാം, നീ തരുന്നത് എനിക്ക് ഇഷ്ടമാണ്, തരൂ എന്നാണ് പറയുന്നത്. ഭഗവാന് ആ സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ജ്ഞാനിയോ യോഗിയോ അല്ലെങ്കിൽ വലിയ തന്ത്രിയോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ഭഗവാൻ അർപ്പിക്കുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പുരാണങ്ങളിലുണ്ട്. നമുക്കറിയാലേ, വിദുര പത്നിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ മെസ്സഞ്ചറായിട്ട് ഹസ്തിനാപുരിയിലേക്ക് ചെല്ലുന്ന സമയത്ത് വിദുരരുടെ ഗൃഹത്തിലേക്കാണ് ഭഗവാൻ ആതിഥ്യം സ്വീകരിച്ചു പോകുന്നത് അല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിദുരൻ്റെ ഭാര്യ, വിദുര പത്നി എന്താ ചെയ്യാന്നറിയോ? ഭഗവാൻ വരുമെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാന്റെ വരവിനായിട്ട് അവർ കാത്തിരിക്കും. അപ്പോൾ ഭഗവാൻ വന്നു കഴിയുമ്പോൾ എല്ലാവരും വിദുരരും ഭാര്യയും ഭഗവാനും ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവർ എന്ത് ചെയ്യും? സൽക്കാരമാണ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൽക്കാരത്തിൻ്റെ ഇടയിൽ വിദുര പത്നി എന്താ ചെയ്യുക? ഭഗവാനാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ. ആ ഭഗവാനെ അടുത്ത് കണ്ട സന്തോഷം, ആ ഭക്തിയുടെ പാരവശ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെ, ആ പ്രേമ ഭക്തിയുടെ ആ പാരവശ്യത്തിൽ ആ അമ്മ എന്ത് ചെയ്തു? പഴത്തിൻ്റെ തൊലി ഉരിച്ചിട്ട്, തൊലിയാണ് ഭഗവാന് കൊടുത്തത്. പഴം കാട്ടിക്കളഞ്ഞു മീൻസ് മാറ്റി വെച്ചു അല്ലേ. അപ്പോൾ ആ തൊലിയാണ് ഭഗവാന് കൊടുത്തത്. ഭഗവാൻ അറിയുന്നുണ്ട് ഇതൊക്കെ, പക്ഷെ ഭഗവാൻ അത് വളരെ സ്വാദോടുകൂടി ഭഗവാൻ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ഭക്തന്റെ ആ ഒരു സമർപ്പണമാണ്, അല്ലെങ്കിൽ ഭക്തിയാണ് ഭഗവാൻ അവിടെ മുഖവിലയ്ക്ക് എടുക്കുന്നത്. അല്ലാതെ ആ തരുന്ന വസ്തുവിനല്ല ഭഗവാൻ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ വിദുര പത്നി കൊടുത്തത് പഴത്തൊലിയാണ്. ആ പഴത്തൊലി വളരെ സ്നേഹത്തോടെ ആ ഭഗവാൻ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ വിദുരൻ ഇത് ശ്രദ്ധിച്ചു സംസാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ചോദിച്ചു, നീ എന്താ ഈ കാണിക്കുന്നത്? ഭഗവാന് നീ എന്താ കൊടുക്കുന്നത്? പഴമല്ല കൊടുക്കുന്നത്, തൊലിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അമ്മ അത് ശ്രദ്ധിക്കുന്നത്, അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. അത് അയ്യോ ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ഭഗവാൻ എന്താ പറയുക? വിഷമിക്കേണ്ട, കാരണം നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഈ തന്ന ഈ ഒരു പദാർത്ഥമല്ല ഞാൻ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. ഞാൻ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സ്നേഹവും ഭക്തിയുമാണ് ഞാൻ സ്വീകരിച്ചത് എന്നാണ് പറയണം. അപ്പോൾ ഭക്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. ആ ഭക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാൻ ആരാണ്? ഈ പ്രപഞ്ചം മുഴുവനും, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ഭഗവാനാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ആളും ഭഗവാൻ തന്നെയാണ്.
അങ്ങനെയുള്ള ഈ ഭഗവാന് വല്ലതും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല അല്ലേ. സഹസ്ര ലക്ഷ്മി പരിപാലയന്തം എന്നാണ് ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അനേക ലക്ഷ്മിമാര് ഭഗവാനെ സേവിക്കാനായിട്ട് അവരുടെ ചാൻസ് നോക്കിയിട്ട് കാത്തിരിക്കുകയാണ് ഭഗവാന്റെ ഗോലോകത്തില്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ എന്തെങ്കിലും ഭഗവാന് വേണോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഡ് ഐശ്വര്യങ്ങളുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാന് ആനന്ദത്തിന്റെ, നമുക്കറിയാം ഭഗവാൻ സച്ചിദാനന്ദമയനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ഈ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ ആവശ്യമില്ല യഥാർത്ഥത്തില്. പക്ഷെ ഭഗവാൻ അത് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഭക്തി കൊണ്ട് തന്നെയാണ് അല്ലേ. ഏമേ ഭക്തിയാ പ്രയച്ഛതി എന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ ഭക്തിയോടുകൂടി എനിക്ക് തരണം എന്ത്? പത്രം പുഷ്പം ഫലം തോയം അല്ലെ. അത് ആർക്കും കൊടുക്കാം അല്ലെ. അതിന് സാമ്പത്തികമോ വേറെ ഒരു പ്രശ്നങ്ങളോ അതിന് ബാധകമല്ല. നമുക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമ്മൾക്ക് സാമ്പത്തികം പ്രശ്നമുണ്ടോ? സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ ഭഗവാനെ ഇതങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആരുടെയെങ്കിലും ചോദിക്കണോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലെ. ശുദ്ധമായ വെള്ളം അത് ഭഗവാന് പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഭഗവാന് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഭഗവാന് ഭക്തിയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം ആ ഭഗവാന്റെ സേവനം അല്ലെങ്കിൽ ഭഗവാന്റെ സേവന പ്രക്രിയയാണ് ഭക്തി. അത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ഭക്തി കൊണ്ട് മാത്രമാണ് ഈ കലികൽമഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ ഭൗതിക ലോകത്തുനിന്ന് നമുക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇനി ഇതുവരെ ഭഗവാൻ അങ്ങനെ പ്രേമത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്നും സമർപ്പിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നാളെ മുതൽ ഭഗവാന് സ്നേഹത്തോടെ സമർപ്പിച്ചു തുടങ്ങൂ. ഭഗവാൻ അത് സ്വീകരിക്കും. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, എനിക്ക് തരൂ ഞാൻ സ്വീകരിക്കാം എന്ന്. അപ്പോൾ ഭഗവാന് ഇന്ന് നിങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഭഗവാന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമോ പത്രം അല്ലെങ്കിൽ ഇലയായിട്ട് തുളസി ഇലയാണ് ഭഗവാൻ ഏറെ ഇഷ്ടം അല്ലേ. തുളസി ഇലയോ വെള്ളമോ പഴമോ എന്തും ഭഗവാന് കൊടുക്കാം. ഈ 4 കാര്യങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം. തോയം എന്ന് വെച്ചാൽ വെള്ളമാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും സ്വാത്വികമായിട്ടുള്ളത് എന്തും ഭഗവാന് കൊടുക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.